മീൻ പിടിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. ഇവിടെ വളപുരം പാലം, വളപുരം എന്ന് പറഞ്ഞൊരു കടവിലാണ് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത്. കിട്ടുമോ നോക്കാം, ഫിഷിങ്ങിലാണ്. ഈവനിങ്ങിലാണ് സൂര്യപ്രകാശം ഒരു സ്വർണ്ണവർണ്ണമാക്കിയിട്ടാണ് നിൽക്കുന്നത് പുഴയെ. ആ ഹായ് ഫ്രണ്ട്സ്, വിനൂസ് വണ്ടർലാൻഡിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നോക്കൂ, നിങ്ങൾ ചൂണ്ടയിടാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടോ? നമ്മളിന്ന് ചെറുമീനുകളെ പിടിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. ചൂണ്ടയിടുന്ന ദൃശ്യങ്ങളിലേക്കൊന്ന് വരാം, ബാക്കി കാര്യങ്ങൾ കൂടെ. ഓക്കെ, എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ചൂണ്ട ഒരു 3000-4000 രൂപയോളം റേഞ്ച് വരുന്നൊരു സംഭവമാണ്. ഇത് ഒന്നെ ഉള്ളൂ ഇപ്പോൾ കയ്യിൽ. പിന്നെ ഞങ്ങൾ പുഴയിലാണ് നിൽക്കുന്നത്. ഇതേപോലെ ഇന്ന് ഞങ്ങൾ ചെറിയ മീനുകളെ പിടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ എന്താ വലിയ മീൻ പിടിക്കാനെന്നുള്ളത്, വലിയ മീൻ പിടിക്കാൻ ഉപയോഗിക്കുന്ന ചില കാര്യങ്ങളൊക്കെ ഞാനൊന്ന് പരിചയപ്പെടുത്താം. ഇന്നെന്തായാലും ഞങ്ങൾ ചെറിയ മീനുകളെ പിടിക്കാനുള്ള ചൂണ്ടയായിട്ടാണ് ഞങ്ങൾ കുറച്ച് പേരുണ്ട്. ചൂണ്ടയിടാൻ വേണ്ടി നമ്മുടെ നാടുകളിൽ വ്യത്യസ്തമായിട്ടുള്ള കുറേ കാര്യങ്ങൾ നിങ്ങൾ ഉപയോഗിക്കാറുണ്ട് നമ്മളൊക്കെ, അല്ലേ? ഇത് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്, നോക്കൂ, ഞങ്ങൾ മഞ്ഞൾ മൈദയിൽ പുരട്ടി വെച്ചിരിക്കുകയാണ്. എന്നിട്ട് നമ്മൾ ആ മൈദ ഇതേപോലെ ചെറിയ കുളത്താണ് യൂസ് ചെയ്യുന്നത്. അതിലേക്ക് ഇങ്ങനെ നമ്മൾ പിടിപ്പിക്കും. അത് പിടിപ്പിച്ചിട്ട് നമ്മൾ പുഴയിലേക്ക് ഇടുകയാണ് ചെയ്യുക. നിങ്ങൾക്കറിയാം, സാധാരണ നമ്മൾ മണ്ണിരയെ കോർത്തിട്ടും ചെറു പ്രാണികളെയും, കുറച്ചുകൂടി വലിയ കുളത്താണെങ്കിൽ നമ്മൾ ചിക്കൻ പാർട്സ് അതേപോലെ സാധനങ്ങളൊക്കെ ഉപയോഗിക്കാറുണ്ടല്ലേ. ഇവിടെ ഞങ്ങൾ ഉപയോഗിക്കുന്നത് മഞ്ഞൾപ്പൊടി കലർത്തിയ മൈദയാണ്. ഓക്കെ, നിങ്ങൾക്ക് അറിയാത്ത ആൾക്കാർക്ക് ഒരു പരിചയപ്പെടുത്തില്ല. ഇത് ലൂറ് എന്നാണ് ഇതിന് പറയുക. ഇത് ഞാൻ പൊളിച്ച് കാണിച്ചു തരാം. ഇത് ബാരാമാജിക് എന്ന് പറയുന്ന ഒരു നല്ല കമ്പനിയുടെയാണ്. ഏകദേശം ഒരു 500 രൂപയിലധികം ഇതിന് റേറ്റ് വരുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഒരു മത്സ്യത്തിൻ്റെ ആകൃതിയിലല്ലേ, ഉണ്ടല്ലേ. ഇതെന്താ ചെയ്യാന്ന് വെച്ചാൽ അതിൻ്റെ അടിയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതാ കാണാമല്ലോ, കുളത്തുകളൊക്കെ. എന്നിട്ട് ഇവിടെ നമ്മൾ ഈ കാണുന്ന ഭാഗത്തായിട്ട് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഈര കെട്ടുന്നു. കുറച്ച് ബലമുള്ള ഈര കെട്ടുന്നത് വലിയ മീനുകളെ പിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഈര കെട്ടിയതിന് ശേഷം നമ്മൾ കടലിലേക്കൊക്കെയാണ് സാധാരണ പൊന്നാനിയൊക്കെ പോകുന്ന സമയത്തൊക്കെ ഞങ്ങൾ ഇടാറുള്ളതാണ്. കടലിലേക്ക് വലിച്ചെറിയും. അങ്ങനെ ഇട്ടതിന് ശേഷം നമ്മളത് തിരിച്ച് നിങ്ങൾക്കറിയാലോ, നമ്മളിതൊരു ഫ്ലോയിലിങ്ങനെ പുറകിലേക്ക് വലിക്കുമ്പോൾ ഇത് വെള്ളത്തിനടിയിലൂടെ വരുമ്പോൾ മീനുകൾക്ക് പെട്ടെന്ന്, ഇതൊരു വളരെ തിളക്കമുള്ളൊരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇതിനെ ക്യാച്ച് ചെയ്യാൻ സാധിക്കും. ഇതൊരു മീനാണെന്ന് തെറ്റിദ്ധരിച്ചിട്ട് വലിയ മീനുകൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഇത് വന്ന് വിഴുങ്ങുകയും ചെയ്യും. വിഴുങ്ങുന്ന സമയത്ത് കാണാം, ഇതിൽ മൂന്ന് കുളത്തുകൾ വീതമാണ് ഇതിലുള്ളത്. ഇത് കുടുങ്ങിയിട്ട് നമുക്ക് മീൻ കിട്ടുകയും ചെയ്യും. ഇങ്ങനെ ഒരു രീതിയാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. നല്ലൊരു ബ്രാൻഡാണ്. ഇത് പോയിട്ടില്ലെങ്കിൽ കുറേ കാലം നമുക്ക് ഈ സാധനം ഉപയോഗിക്കാൻ സാധിക്കും. ഓക്കെ, ഒരു കാര്യം കൂടി പരിചയപ്പെടുത്തുക. ഇതാണ് റീലെന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ നല്ല ചൂണ്ടൊക്കെ ഉപയോഗിക്കുമ്പോൾ ഈ ഭാഗം അതിൽ പിടിപ്പിക്കുകയാണ് ചെയ്യുക. അത് പിടിപ്പിക്കുന്ന രീതിയൊന്നും ഞാൻ കാണിച്ചു തരാം. അതിൻ്റെ തൊട്ട് മുൻപായിട്ട് ഇത് കാണാൻ നിങ്ങൾക്ക് തിരിക്കുമ്പോൾ, ഇത് ചെറുതായിട്ടൊന്ന് തിരിക്കുമ്പോഴേക്കന്നെ ഇവിടെ വരുന്ന ആ ഒരു മാറ്റം നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കും. അപ്പോൾ ഇത് സാധാരണ ഈരല്ല, ഇതിന് ബ്രൈഡ് എന്നാണ് പറയുക. നൈലോണാണ് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. നൈലോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, നല്ല ബലമുള്ളതാണ്. നല്ല ബലമുള്ള നൂലായിരിക്കും. അത്യാവശ്യം നല്ല വെയിറ്റ് ഇത് താങ്ങും എന്നുള്ളതാണ്, വലിയ മീനുകളൊക്കെ വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഭാഗമാണ് ചൂണ്ടയിൽ പിടിപ്പിക്കുക. പിന്നെ അതൊക്കെ അറിയാലോ, ഇത് നമ്മൾ എറിഞ്ഞതിന് ശേഷം മീനെ കൊത്തി കഴിയുകയാണെന്ന് വെച്ചാൽ നമുക്ക് ലൂസായി കൊടുക്കാൻ സാധിക്കും. അതേപോലെ തന്നെ പുറകിലോട്ട് നമ്മളതിനെ പതിയെ വലിച്ചെടുക്കുകയാണ് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് ഇതിങ്ങനെ തിരിച്ചെടുക്കുകയാണ് ചെയ്യുക. ഇതെങ്ങനെ ഉപയോഗിക്കുക എന്നുള്ളത് നമ്മുടെ നാട്ടിലൊരു എക്സ്പേർട്ട് മീൻപിടുത്തക്കാരനുണ്ട്. അപ്പോൾ അദ്ദേഹം നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരും. ഇങ്ങനെ ഇത് കയറ്റും. ഇതിൻ്റെ ബ്രൈഡ് എടുത്തിട്ട് ഇതിൻ്റെ ബെയിൽ ഓപ്പൺ ആക്കുക. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ മുഴുവൻ കയറ്റും. ഇനി കയറ്റണോ?
മതി, ഇതങ്ങനെ പോവും മുകളിൽ വരെ. അതെ, മുകളിൽ ഫുള്ള്. ഓക്കെ ഓക്കെ ഓക്കെ. എന്തപ്പാ കുറേ പേരുണ്ട്. കിട്ടിയോ മീനിനെ കൊടുന്ന് കൊളത്താൻ നോക്കി നടന്നില്ല. ഓ, ഒന്ന് കിട്ടിട്ടോ. ഇത് കരിമീനാണ്. കരിമീൻ കിട്ടില്ലേ നിങ്ങൾ? അതാണ് കരിമീനോ, ശ്രദ്ധിച്ചോ. കരിമീനാണ്. അതിന് പുറത്തുനിന്നില്ല മുള്ളു. കൊത്തുന്നുണ്ടോ? ഓക്കെ ഓക്കെ ഓക്കെ, കിട്ടി. ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഓരോന്നൊക്കെ. എല്ലാതൊന്നും എടുത്ത് കാണിക്കുന്നൊന്നുമില്ല, നമുക്ക് ഒന്നിച്ച് കാണാം. എത്രത്തോളം കിട്ടിയെന്നൊക്കെ നമുക്ക് ഒന്നിച്ച് കാണാം. കുറച്ചൊക്കെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. കിട്ടി കഴിഞ്ഞു. അതെ, അങ്ങനെ വലിച്ചു പൊന്തിച്ചു കഴിഞ്ഞാലേ അത് പൊട്ടിപ്പോരും. ഞാൻ അതാണ് ഒന്ന് സ്ലോ ആക്കി. പരല്, സാധാ പരല്. കുളത്തൂരി എടുക്കുന്നതിൽ എക്സ്പേർട്ട് വൈഷ്ണവാണ് അല്ലേ? വൈഷ്ണവ്. പ്രകൃതിയോടും പുഴയോടൊക്കെ എനിക്ക് വല്ലാത്തൊരു അട്രാക്ഷനാണ്. എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ? പുഴയുടെ ദൃശ്യങ്ങളൊക്കെ ഇങ്ങനെ പകർത്താന്ന് പറയുന്നത് തന്നെ ഒരു സന്തോഷം, ഒരു സുഖമുള്ള കാര്യമാണ്. ഇന്നെന്തായാലും ഞങ്ങൾ ഫിഷിംഗ് ആണ്. ഞങ്ങൾ ഫിഷ് പിടിച്ചു കഴിഞ്ഞാൽ ഞങ്ങളിത് എന്തായാലും പാചകം ചെയ്യും. പക്ഷെ ഇന്ന് പാചകം ചെയ്യാനുള്ള സമയം ഉണ്ടായിക്കൊള്ളണമെന്നില്ല കേട്ടോ. അപ്പോൾ നമുക്ക് വേറൊരു ദിവസം അഥവാ അടുത്ത ദിവസത്തേക്ക് ഞാൻ വേറെ വീഡിയോ ആയിട്ട് തന്നെ പാചകം ഇടുന്നുണ്ട്. ഞങ്ങളതിന് തയ്യാറായിട്ടുണ്ട്. ഞങ്ങൾ കുറച്ച് പേര് മീൻ പിടിക്കാൻ നിങ്ങൾക്ക് അറിയാം, വന്നിട്ടുണ്ട്. ഇത് കല്ലേരി എന്നാണ് ഞങ്ങളുടെ നാട്ടിൽ പറയുക. കല്ലങ്കരി എന്നൊക്കെ പറയുന്നത് കേൾക്കാൻ പല ഭാഗത്തൊക്കെ. സൂര്യൻ പടിഞ്ഞാറെത്തി. സന്ധ്യ മയങ്ങി തുടങ്ങി. സന്ധ്യ മയങ്ങി ഇങ്ങനെ പതിയെ ഇരുട്ടായി തുടങ്ങുന്നോ. നേരിപ്പോൾ സന്ധ്യാസമയമാണ്. പിടിച്ചിട്ട് ഇനി ഞങ്ങൾക്ക് വീട്ടിലെത്താൻ വേണ്ട. കിട്ടിയിട്ടോ, ഒന്നുകൂടി കിട്ടി. പൊളിച്ചു. ഇത് കരിമീൻ. അതായത് മുഷി മൊയ്യ് എന്നൊക്കെ പറയുമല്ലോ നമ്മള്. വരാലാണ് താഴുള്ളത്. ഒരു കടുവൊക്കെ ഉണ്ട്. ഞങ്ങൾക്ക് ഇന്ന് പിടിച്ചു കിട്ടിയ മീനുകളെ പരിചയപ്പെടുത്താണ്. കണ്ടല്ലോ നിങ്ങളല്ലേ? കുറച്ചുകൂടെ ഞങ്ങൾക്കൊരു കറി വെക്കാനുള്ള മീനൊക്കെ ആയി കഴിഞ്ഞു. എന്തായാലും നിങ്ങൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് അറിയിക്കുക. അതേപോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ ഇനിയും ഇത്തരത്തിലുള്ള വീഡിയോസൊക്കെ ചെയ്യാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ എല്ലാവരും വീഡിയോസ് ഷെയർ ചെയ്യുക, അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്തുള്ള ഒരു ബെൽ ബട്ടൺ അമർത്തുകയും ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ടാറ്റാ. ഈ പിടിച്ച മീനൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? കറി വെക്കണമല്ലോ അല്ലേ? അപ്പോൾ കറി അഥവാ എന്താണ് ഉണ്ടാക്കുന്നത് അത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.